വഖഫ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഇന്നലെ സുപ്രീം കോടതി സുപ്രധാനമായ വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ഭേദഗതിയെ ഏതാണ്ട് പൂർണ്ണമായും ശരിവെക്കുകയാണ് സുപ്രീം കോടതി സുപ്രധാനമായ വിധിയിലൂടെ ചെയ്തിട്ടുള്ളത്. വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്. അതുകൊണ്ട് ഭേദഗതി പൂർണ്ണമായും തള്ളിക്കളയണം എന്ന കോൺഗ്രസ്, മാർക്സിസ്റ്റ്, വർഗീയ തീവ്രവാദ IND സഖ്യത്തിന്റെ ആവശ്യം സുപ്രീം കോടതി പൂർണ്ണമായും നിരാകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അതോടൊപ്പം കോൺഗ്രസിനും CPM-നും വർഗീയ തീവ്രവാദ സംഘടനകൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി മുന്നമ്മൻ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് പാലിക്കപ്പെടുകയാണ്. മുനമ്പം ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ വഖഫ് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പതിനായിരക്കണക്കിന് വരുന്ന പാവപ്പെട്ടവർക്ക് വലിയ ആശ്വാസമായി ഈ കോടതി വിധി മാറുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വഖഫ് ഭീകരതയുടെ പേരിൽ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പാവപ്പെട്ടവർക്ക് പൂർണ്ണമായി സംരക്ഷണം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥ വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് കേവലം രാഷ്ട്രീയ തട്ടിപ്പും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അട്ടമ നയത്തിന്റെ ഭാഗമാണിത്. വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കേരളത്തിലെ പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ വോട്ട് തട്ടാനുള്ള നിഗൂഢമായ നീക്കമാണ് ഈ പുതിയ നിയമനിർമ്മാണത്തിന്റെ പിന്നിലുള്ളത്. ഇത് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും LDF-ഉം പിണറായി സർക്കാരും ഈ നീക്കം നടത്തുന്നത്. കാരണം ഇപ്പൊ നിലവിലുള്ള കേന്ദ്ര നിയമം അനുസരിച്ച് മനുഷ്യജീവന് അപകടകരമാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് വാർഡന് കൊടുക്കുന്നുണ്ട്. നിലവിലെ നിയമപ്രകാരം ചീഫ് വൈൽഡ് വാർഡന് ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ കൊലപ്പെടുത്താനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ പന്നികളെ കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരമുണ്ട്. ഈ നിലവിലുള്ള കേന്ദ്ര നിയമം അനുസരിച്ച് അത് നടപ്പിലാക്കാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. കേന്ദ്രത്തിലെ നിലവിലുള്ള നിയമം നടപ്പാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഈ നിയമം നടപ്പാക്കുന്നതിന് പകരം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു എന്ന് വരുത്തി ഇത് കേന്ദ്രത്തിലേക്ക് അയച്ചാൽ സ്വാഭാവികമായിട്ടും അത് അവിടെ പാസ്സാകാൻ പ്രയാസമാണ് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ ചില കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഞങ്ങൾ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു, കേന്ദ്രം അത് നിരാകരിച്ചിരിക്കുന്നു, അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തെ തലയിലെല്ലാം കെട്ടിവെച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ വോട്ട് കൗശലപൂർവ്വം കരസ്ഥമാക്കാനുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് ഈ പുതിയ നിയമനിർമ്മാണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. ഈ ആലപ്പുഴയിലെ ദേശീയപാതയിൽ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ആവശ്യം അടിപ്പാത വേണം, എലിവേറ്റഡ് പാത വേണം, അങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന MLA-മാരുടെയും MP-മാരുടെയും കടുത്ത അനാസ്ഥയാണ് ഈ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണമെന്ന് BJP ആരോപിക്കുകയാണ്. മാത്രമല്ല, ഈ ജില്ലയിൽ ഭരണം നടത്തുന്ന മുനിസിപ്പാലിറ്റി, തദ്ദേശ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ ഹൈവേയെ സംബന്ധിച്ച്
ഈ പുതിയ ദേശീയ പാതയുമായി ബന്ധപ്പെട്ട അലൈൻമെന്റ് ആദ്യം അതിന്റെ കരട് കോപ്പി ലഭിച്ചത് MLA-മാർക്കും MP-മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ്. പക്ഷെ ഇവര് ഇതിനെ സംബന്ധിച്ച് തൊട്ടു നോക്കാൻ പോലും തയ്യാറായില്ല.